ഒരു പകരക്കാരിയായിട്ട് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുടെ മുൻപാകെ നിൽക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ഏത് സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കണം. കർത്താവിന്റെ വരവ് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഏത് സമയമാണെന്ന് അറിയാത്തത് കൊണ്ട് ഏത് സമയവും കർത്താവ് വിളിച്ചാൽ ആ കാഹളം, ആ ധ്വനി നമ്മൾ കേൾക്കാൻ റെഡി ആയിരിക്കണം എന്നാണ് എന്നെ ഈ ഒരു കാര്യത്തിൽ നിന്ന് പഠിപ്പിച്ചത്. പ്രൈസ് ലോർഡ്. പെട്ടെന്ന് ഒരു തയ്യാറെടുപ്പൊന്നും ഇല്ല, അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പോരായ്മ ഉണ്ടായിരിക്കും. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് എൻ്റെ ഉള്ളിലേക്ക് ഓടി വന്ന ഒരു വാക്യം നഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. നഹൂം പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. മതി. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം, നന്ദിയോട് സ്തോത്രം. ഗ്ലോറി. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കണം. മറഞ്ഞു കിടക്കുന്ന സകല മർമ്മങ്ങളെയും വെളിപ്പെടുത്തുന്നവനെ, ഗൂഢമായ നിക്ഷേപത്തെ പുറത്തു കൊണ്ടുവരുന്നവനെ, ഇതാ നിന്റെ പാദപീഠത്തിൽ അടിയങ്ങൾ ഒരുമിച്ചൊന്ന് കടന്നു വരികയാ. ഹല്ലേലൂയ. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഏക മനസ്സോടെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞങ്ങള് നിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം എന്നോട് സംസാരിക്കണം. കടന്നു വന്ന് നിന്റെ ജനത്തോട് സംസാരിക്കണം. അധരങ്ങളെ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ ആമേ സ്വർഗീയ ദർശനങ്ങളെ പ്രാപിച്ചെടുക്കുന്നവരായി തീരുവാൻ ഇന്ന് പകൽക്കാലം ഓരോരുത്തരെയും എഴുന്നേൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. ഞങ്ങൾ അല്പസമയം നിന്റെ സന്നിധിയിൽ ഇരിക്കട്ടെ കർത്താവേ. ഇന്ന് കടന്നു വന്ന ആരും നിരാശയോടുകൂടെ മടങ്ങിപ്പോകുവാൻ അനുവദിക്കരുത്. ദൈവത്തിന്റെ വചനം അങ്ങയുടേതാണ്. പ്രൈസ് ദി ലോർഡ്. ആമേ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടേതാണ് കർത്താവേ. ആ വചനത്തിന്റെ മുൻപാകെ ഇന്ന് പകൽക്കാലം ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ ആമേ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ദൂതുകൾ പകർന്നു തരുവാൻ ഇന്ന് പകൽക്കാലം അടിയൻ വെറും പാത്രമായിട്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുകയാ. ആമേൻ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഒന്നുപോലെ നിറപാത്രമാക്കി മാറ്റത്തക്കവണ്ണം സ്വർഗം വലിയൊരു ഹല്ലേലൂയ മിറക്കൾ ഞങ്ങളുടെ നടുവിൽ ചെയ്തെടുക്കണം. വചനം തീയാണ് കർത്താവേ. ആമേൻ. ആ വചനത്തിലൂടെ ഞങ്ങളോട് ഓരോരുത്തരോടും ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. മജ്ജകളെ കീറിമുറിക്കുന്ന കഴിവുള്ള ആമേൻ ആ അത്യന്ത ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കേണ്ടതിന് ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാ. കടന്നു വന്ന രോഗികളായിട്ട് കടന്നു വന്ന നിന്റെ ജനത്തെ ഹല്ലേലൂയ ആരെങ്കിലും ഹല്ലേലൂയ ഇന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കടന്നു ചെന്ന് ഹല്ലേലൂയ ആമേൻ ആമേൻ ആ വലിയ വിടുതൽ കൊടുത്ത് ആമേൻ എഴുന്നേൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ. തൊണ്ടയിൽ കെട്ടുന്ന കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ആമേൻ. ശുശ്രൂഷിക്കുവാൻ കഴിയാത്തതുപോലെ ആമേൻ ഹല്ലേലൂയ നിന്റെ മക്കളെ ഹല്ലേലൂയ ഭാരപ്പെടുത്തുന്ന മണ്ഡലങ്ങള് ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വഴിമാറി പോകട്ടെ. ഓ ഹല്ലേലൂയ. ആമേൻ. ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ട് കടന്നു വരുന്ന സകല പോരുകളും സ്വർഗം ഇന്ന് പകൽക്കാലം ബ്ലോക്ക് ചെയ്യുമാറാകണം. ഞങ്ങൾ ഒരുമിച്ച് നിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ആമേൻ വലിയ വിടുതലുകൾ ഞങ്ങളുടെ ഭവനത്തിന്മേൽ നടക്കുവാൻ ഇടയാകട്ടെ. ഞങ്ങൾ എവിടെ ഇരുന്ന് ആരാധിക്കുന്നുവോ ആമേൻ, എവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുവോ ആമേൻ, അത് ഹല്ലേലൂയ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടെ ആ വചനം കടന്നു ചെന്ന് ആമേൻ എവിടെ ഇരുന്നാൽ ആമേൻ വചനം കടന്നു ചെന്ന് ഹല്ലേലൂയ വിടുവിക്കുന്നതാണെന്ന് ഇന്ന് പകൽക്കാലം പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിച്ചേറ്റെടുക്കുകയാ. അല്പസമയം നിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരട്ടെ. ആമേൻ ഹല്ലേലൂയ. അടിയനെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിന് മുൻപാകെ താണിരിക്കുകയാ. ഇന്ന് അപ്പൻ സംസാരിക്കുമാറാകണം. അതിനായിട്ട് ഒരുക്കി തരുന്ന കർത്താവേ, പ്രാർത്ഥന കേൾക്കുന്ന കൃപകൾക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വചനം നമ്മൾ ഈ ഒരു വാക്യത്തിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം നിനവെ പട്ടണത്തെ കുറിച്ച് ദൈവത്തിന്റെ ഒരാലോചന ആമേൻ നഹൂം പ്രവാചകനിലൂടെ അറിയിക്കുന്ന ഒരു വചനമാണ്. സംഹാരകൻ നിനക്കെതിരെ കടന്നു വരുന്നു. എന്തുകൊണ്ടാണ് നിനവെ പട്ടണത്തോട് ഇങ്ങനെ ഒരു ദൂത് അറിയിക്കുന്നത്? അതിന് കുറച്ചു മുമ്പ് യോന പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം
നമുക്കറിയാം. യോനയോടൊരു ഈ നിനവേ പട്ടണത്തെ കുറിച്ച് അതിന് എതിരെ പ്രസംഗിക്കുവാനായിട്ട് യോനയെ പറഞ്ഞയക്കുന്നതും, യോന അവിടെ പോയി പ്രസംഗിച്ച് അവർ മാനസാന്തരത്തിലേക്ക് കടന്നു വരുന്നവരും, കുടില് മുതൽ കൊട്ടാരം വരെയുള്ളവർ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ അവരെ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞത്, അത് ദൈവം വാക്ക് മാറ്റി അവരോട് അനുദപിക്കുകയും അവരെ വിടുവിക്കുകയും ചെയ്തതാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ള ഒരു കാര്യം, ഒരു കാലത്ത് ദൈവം ചില ഹല്ലേലൂയ ആമേൻ ഓർമ്മപ്പെടുത്തലുകൾ നമ്മൾക്ക് തരുമ്പോ പലപ്പോഴും ആ നന്മകൾ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ പ്രാപിച്ചെടുത്തിട്ട് ആമേൻ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് അകന്നു മാറിയാൽ പിന്നെയും നമ്മളോടും ഇതുപോലെ ഒരു നിർദ്ദേശം തരും കേട്ടോ. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ നിനവേ പട്ടണത്തോട് ദൈവം മുന്നറിയിച്ചത്, ആമേൻ, അവർക്ക് വിടുതൽ കൊടുത്തത് മറന്നുപോയ കാരണം പിന്നെയും 3-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ പരസംഗം കൊണ്ട് ജാതികളെയും ക്ഷുദ്രപ്രയോഗം കൊണ്ട് വംശങ്ങളെയും വഷളാക്കി. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പിന്നെയും അവർ വഷളത്വത്തിലേക്ക് പോയപ്പോ ദൈവം ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, സംഹാരകൻ നിനക്കെതിരെ കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, സംഹാരകൻ നമുക്കെതിരെ കടന്നു വരാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദുഷ്ടനായവൻ, സംഹാരകൻ നോക്കിയിരിക്കുക എവിടെ ആരെ തകർക്കണം എന്നുള്ളത്. ഒരു ജഡമനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിശാചിന് അവൻ എങ്ങനെ മുന്നോട്ട് പോയാലും പിശാചിന് ഒരു വിഷയമേ ഇല്ല. എന്നാൽ ഒരു ദൈവ പൈതൽ, ഒരു ആത്മീയ പൈതൽ എത്രമാത്രം ദൈവസന്നിധിയിൽ ഇരിക്കുന്നുവോ അവനെ അവിടെ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് വലിച്ചു താഴേക്ക് കളയാൻ എന്തൊക്കെ കാര്യങ്ങൾ പിശാചിന് ചെയ്യാൻ പറ്റുമോ അതൊക്കെയും പിശാച് ചെയ്യും. എന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ പറയുക, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. ഒന്നാമത് എന്ത് വേണം? കോട്ട കാക്കണം. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടനായവൻ നമ്മൾക്കെതിരെ കടന്നു വരുമ്പോൾ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം, നമ്മൾ നമ്മുടെ കോട്ട കാക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു സംഹാരകൻ, നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുന്നതിന് അവൻ ഒരു സംഹാരകൻ അവിടെ ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. അവിടെ എന്താ സംഭവിച്ചേ? ഇസ്രായേൽ ജനത്തെയും മിസ്രൈമിനെയും തമ്മിൽ ദൈവം തമ്പുരാൻ വേർതിരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഇസ്രായേൽ ജനം വിശ്വാസി ആരാണെന്ന് എങ്ങനെ തിരിച്ചറിയും? ദൈവത്തിന്റെ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുക. ആമേൻ. നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിന്റെ മേല്, ആമേൻ, കട്ടളമേല്, കുറുമ്പടി മേല് അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രയുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, സംഹാരകൻ നിന്റെ ഭവനത്തിനകത്ത് കയറത്തില്ല. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ, കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നിങ്ങളുടെ കട്ടളമേലും കുറുമ്പടി മേലും ആമേൻ ഒരു അടയാളം വെക്കണം കേട്ടോ. ആമേൻ. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, നീ പാർക്കുന്ന ഇടത്ത്, നിന്റെ ഭവനത്തിന്റെ അകത്ത് ആമേൻ കർത്താവ് വസിക്കുന്നു എന്ന് ആമേൻ ദുഷ്ടൻ വഴിയെ കടന്നു പോകുമ്പോൾ തന്നെ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഭവനത്തിന്മേൽ എനിക്ക് അടുക്കുവാൻ കഴിയത്തില്ല, ആമേൻ, ഈ ഭവനത്തിന്മേൽ എനിക്ക് നോക്കുവാൻ കഴിയത്തില്ലെന്ന് പിശാചിന് മനസ്സിലാകണം. എങ്ങനെ മനസ്സിലാകും? പ്രൈസ് ദി ലോർഡ്. എങ്ങനെ പിശാചിനത് മനസ്സിലാകും? നമ്മൾ രാവിലെ എഴുന്നേറ്റ് 5 മണിയാകുമ്പോൾ അന്യഭാഷയിൽ ആരാധിക്കുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഈ അന്യഭാഷയിലുള്ള ആരാധന എന്ന് പറയുന്നത് നമുക്ക് വലിയ ഒരു കോട്ടയാ. ഹല്ലേലൂയ. ആമേൻ. ഒരു പൊത്തുവരുത്തത്തിന് പ്രാർത്ഥിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിശാചിന് വലിയ വിഷയങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ശക്തമായി ആരാധിക്കുന്ന ഒരുവനെ കാണുമ്പോ ആമേൻ, ഹല്ലേലൂയ, അവന് നിൽക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങള് പലയിടങ്ങളിൽ കടന്നു പോകുന്നവരാ. ആമേൻ. നമ്മൾ പലയിടങ്ങളിൽ കടന്നു പോകുന്നവരാ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെയും നമുക്കുള്ള സകലത്തെയും ആമേൻ കോട്ട കെട്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ശത്രു ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കും, ഏത് വഴിയാണ് ഒരുവനെ അകത്ത് കടക്കുവാനായിട്ട് കഴിയുന്നതെന്ന് നോക്കിയിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം. പൗലോസ് പറയുന്നു, പിശാച് അലറുന്ന സിംഹം എന്നതുപോലെ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നുവെന്ന്. എന്നാൽ നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഇവൻ അലറുവൊന്നുമല്ല, അവൻ പതിയിരുന്ന് ആമേൻ ഇരയെ പിടിക്കുന്നത് പോലെ പതുങ്ങിയിരുന്ന് അവസരം വരുമ്പോൾ ചാടി പിടിക്കുകയാണ് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇവനെ തുരത്തുവാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും? നമ്മൾ ഒന്നാമത് കോട്ട കെട്ടണം. പ്രൈസ് ദി ലോർഡ്.
പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഭവനങ്ങളെ നമ്മൾ കോട്ട കെട്ടണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചുറ്റും നമ്മൾ കോട്ടമതിൽ കെട്ടണം. നമ്മൾ ദൈവവും തമ്മിലുള്ള ഒരു ആത്മബന്ധമുണ്ടല്ലോ. ആമേൻ. യെശയ്യാവിന്റെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ ഹല്ലേലൂയ ഒരു ഗാനം കാണുവാനായിട്ട് സാധിക്കും. മനോഹരമായ ദൈവത്തിന്റെ യെശയ്യാ പ്രവാചകൻ ഒരു ഗാനം രചിക്കുന്നത്, മനോഹരമായ ഒരു പട്ടണം ഒരു കുന്നിന്റെ മുകളിൽ ആമേൻ ഒരു മുന്തിരി തൈ കൊണ്ടുവെക്കുക, അതിന് ചുറ്റും വേലി കെട്ടി, അതിനകത്ത് ഹല്ലേലൂയ സകല കളകളെയും എടുത്തു കളഞ്ഞ് കല്ലുകൾ പിറക്കിക്കളഞ്ഞ് ആമേൻ അതിന് സമയാസമയം വെള്ളമൊഴിച്ച് അതിന് സമയാസമയം ഹല്ലേലൂയ വളമിട്ടുകൊടുത്ത് അതിനെ പരിപാലിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇതുപോലെ നമ്മളെ ദൈവം തമ്പുരാൻ വിളിച്ചു വേർതിരിച്ച് കർത്താവിന്റെ രക്തത്താൽ അവിടുന്ന് വീണ്ടെടുത്ത് ആമേൻ ഒരു ഹല്ലേലൂയ ഒരു പുതുക്കൽ പ്രാപിച്ച് ദൈവം തമ്പുരാൻ ഒരിടത്ത് വെച്ചേക്കുക. ആമേൻ. യജമാനൻ നോക്കിയിരിക്കുകയാണ്. ഈ ചെടി വളർന്നു വരുമ്പോ ആമേൻ ഹല്ലേലൂയ ആമേൻ അതിന് എപ്പോഴാണ് അതിന് പൂവിടുന്നേ? നമുക്കറിയാം, നമ്മളൊരു ചെടി നട്ടുപിടിപ്പിക്കുമ്പോ അത് വെറുതെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ദേഷ്യം വരില്ലേ? ഒത്തിരി വളർന്നു വലുതായിട്ടും അത് പൂവിട്ടില്ല, അല്ലെങ്കിൽ അതിന് ഫലം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത്? നോർമലി നമുക്കൊരു ദേഷ്യം ഉണ്ടാവും. എന്നതുപോലെ അതുപോലെ തന്നെയാണ് കർത്താവ് നമ്മളെ നട്ടു വളർത്തി നമ്മളെ പരിപാലിച്ച് അതാത് സമയം വേണ്ടതൊക്കെയും നീരൊഴുക്ക് നമുക്ക് തന്ന് നമ്മളെ ചേർത്ത് നിർത്തിയിരിക്കുക. പക്ഷേ നമ്മുടെ ഫലം കായ്ക്കുമ്പോൾ എന്ത് ഫലമാണ് നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നല്ല മുന്തിരിങ്ങ കായ്ക്കുവാൻ വേണ്ടിയാണ് യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെ അവിടെ കൊണ്ടു നട്ടത്. നമ്മുടെ ദൈവം നമ്മളെ വിളിച്ച് വേർപിടിച്ചത് നല്ല ഫലം കായ്ക്കുവാൻ വേണ്ടിയാ. പക്ഷെ ഫലം കായ്ച്ചു വരുമ്പോ ആമേൻ ആ മുന്തിരി കായ്ച്ചു വരുമ്പോൾ അത് കയ്പുള്ളതാണെങ്കിൽ ഞാനൊരു ദൈവ പൈതലാണെന്ന് പറയുകയും എന്നിൽ നിന്ന് പുറപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ സവിശേഷതയല്ല, പരിശുദ്ധാത്മാവിന്റെ ഫലമല്ല പുറപ്പെടുന്നതെങ്കിൽ നട്ടവന് വേദനയുണ്ടാകുമോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കണം, ഞാൻ ആരാണ്? ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുക, രക്ഷിക്കപ്പെട്ട ദൈവജനമേ, നമ്മൾ ദിനംതോറും നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണം കേട്ടോ. ആമേൻ. കർത്താവേ, ഇന്ന് പകൽക്കാലം എന്നെ കൊണ്ട് മറ്റാരെങ്കിലും ഭാരപ്പെട്ടോ? എന്റെ സംസാരത്തിൽ മറ്റാർക്കെങ്കിലും വേദനയുണ്ടായോ? എന്റെ ഇടപെടലിൽ മറ്റുള്ളവർക്ക് വേദനയുണ്ടായോ? അങ്ങനെയുണ്ടായെങ്കിൽ അപ്പാ നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് ദിനംതോറും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് മുഴങ്കാലും മടക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ കാണുകയാ, അവിടെ പറയുകയാ, ആമേൻ നല്ല ഫലം കായ്ച്ചില്ല എങ്കിൽ ആ മുന്തിരിവള്ളി നല്ലതായിട്ട് കായ്ക്കാതെ കയ്പുള്ള മുന്തിരിയാണ് കായ്ക്കുന്നതെങ്കിൽ ആമേൻ യഹോവയായ ദൈവം എന്തു ചെയ്യും? ആമേൻ ആ വേലിയെ പൊളിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ട ദൈവവൈതലേ, കർത്താവിന്റെ കരം പിടിച്ച് യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന പ്രവൃത്തി നിന്നിൽ നിന്നുണ്ടായാൽ ആമേൻ ഹല്ലേലൂയ അവൻ ആ വേലിയെ പൊളിച്ചു കളഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. ഈ പിശാച് ഇടിച്ച് അകത്തേക്ക് പ്രവേശിക്കും കേട്ടോ. ഈ സംഹാരകൻ ഇടിച്ചകത്തേക്ക് പ്രവേശിക്കും. എന്നാൽ ഈ പിശാചിനെ ഹല്ലേലൂയ ഈ സംഹാരകനെ തടഞ്ഞു നിർത്താൻ എന്തിനേ കഴിയത്തുള്ളൂ? ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു ആത്മബന്ധം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ കർത്താവിന്റെ ബലമുള്ളവന്റെ കരങ്ങളിൽ മുറുകെ പിടിക്കുമ്പോൾ ആമേൻ ഒരു സംഹാരകനും നിന്റെ അടുക്കൽ അടുത്തു വരത്തില്ല. ഹല്ലേലൂയ. നമുക്കറിയാം, ദാനിയേലിന്റെ പുസ്തകം 6-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ആമേൻ സകലമാന മനുഷ്യരും ആമേൻ ഹല്ലേലൂയ ആമേൻ ഈ ദൈവത്തെ ആരാധിക്കുന്ന ഈ ദൈവജനത്തിന് എതിരെ ന്യായവിധി ഉണ്ടാകുന്നത് ആമേൻ ദാനിയേലിനെ കുരുക്കുവാൻ തക്കവണ്ണം ആമേൻ അവിടെയുള്ള ഹല്ലേലൂയ ആമേൻ അധികാരികൾ, അവിടെയുള്ള ദേശാധിപതികൾ എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ദാനിയേലിനെതിരെ ഒരു രേഖയുണ്ടാക്കുകയാ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു നോർമലി പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിശാചിന് വലിയ പ്രശ്നമില്ല. പക്ഷേ ആമേൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലം അടക്കുന്ന ദൈവത്തിന്റെ വൈകൾ ആമേൻ എവിടെയുണ്ടോ അവനെ കുരുക്കുവാൻ തക്കവണ്ണം ശത്രു പദ്ധതി ഒരുക്കും. ഹല്ലേലൂയ. ആമേൻ. ദാനിയേൽ അവിടെ എന്താ ചെയ്തത്? ദാനിയേലിനെതിരെ രേഖയുണ്ടാക്കി എന്ന് ദാനിയേൽ തിരിച്ചറിഞ്ഞപ്പോൾ ഹല്ലേലൂയ ആരോടും ചോദിക്കാൻ ദാനിയേൽ പോയില്ല.
ഇന്ന് പകൽക്കാലം ഞാനൊരു ദൂത് പറയുകയാണ്. നിനക്ക് എതിരെ എഴുന്നേൽക്കുന്ന മണ്ഡലത്തെ നോക്കി, ആമേൻ, നിനക്കെതിരെ എഴുന്നേൽക്കുന്ന വ്യക്തികളെ നോക്കി നീ ചോദിക്കാൻ പോകണ്ട കേട്ടോ. പക്ഷെ ദാനിയേൽ ചെയ്തത് എന്താ? തന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി, തന്റെ മുറിക്കകത്ത് കയറിയിരുന്ന് നേരത്തെ ചെയ്തതുപോലെ തന്നെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ട്, ആമേൻ, ആലയത്തിന്റെ ഹല്ലേലൂയ ആലയം കാണുന്നത് പോലെ തന്റെ കിളിവാതിൽ തുറന്നിട്ട്, വാതിൽ തുറന്നിട്ട് ദൈവത്തോട് നിലവിളിക്കുകയാ. ഇന്ന് പകൽക്കാലം എനിക്ക് പറയുവാനായിട്ടുള്ളത്, ഏത് പ്രതിസന്ധി നിനക്കെതിരെ കടന്നു വന്നാലും, ഏത് പ്രതികൂലം നിനക്കെതിരെ കടന്നു വന്നാലും, ആരെല്ലാം നിനക്കെതിരെ എഴുന്നേറ്റാലും, ഇന്ന് പകൽക്കാലം പറയട്ടെ ദൈവത്തിന്റെ വൈകലേ, നീ 3 നേരം ഹല്ലേലൂയ മുട്ടുമടക്കുന്നവനാണെങ്കിൽ, ആരെല്ലാം എഴുതിയ രേഖയായാലും, ആമേൻ, ആ രേഖയെ എടുത്തു കളയുവാൻ, ആ രേഖയെ മാറ്റി എഴുതുവാൻ എനിക്കും നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ അപ്പൻ ഇറങ്ങി വരും. Praise the Lord. Hallelujah. നോയിക്കേ, ഒരു രാജ്യത്ത് മുഴുവനും ഹല്ലേലൂയ നീതി മാറ്റുകയാ. എന്തിനു വേണ്ടിയാ? പ്രാർത്ഥിക്കുന്ന ഒരുവന് എതിരെ. ഹല്ലേലൂയ. ചില ദേശാധിപതികള് നമ്മൾ പാർക്കുന്നതിന്റെ ചുറ്റും, അവൻ ആരാധിക്കുന്ന ഒരു ദൈവ പൈതൽ ഒരു ദേശത്തുണ്ടെങ്കിൽ ആ ദേശാധിപതികൾക്ക് അവിടെ നിൽക്കാൻ കഴിയത്തില്ല കേട്ടോ. പിന്നെ അവൻ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? എങ്ങനെ ഇവനെ ഇവിടുന്ന് തുരത്തി ഓടിക്കാം, ഹല്ലേലൂയ, എങ്ങനെ ഇവനെ ഇവിടുന്ന് തുരത്തി ഓടിക്കാമെന്ന് പദ്ധതി ഒരുക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം നമ്മളെ ഒന്നിനും എതിർക്കാൻ പോകണ്ട. പകരം എന്താ വേണ്ടത്? ദാനിയേൽ ചെയ്തതുപോലെ മുഴങ്കാലിലൊന്ന് ഇരുന്നാ മതി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതുപോലെ തന്നെയാ, ആമേൻ, എസ്തേറിന്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ആമേൻ, ഹല്ലേലൂയ, ഒരു മൊർദെഖായിക്ക് എതിരെ, ആമേൻ, സകല യഹൂദന്മാരെയും മുടിച്ചു കളയുവാൻ അവിടെ ഒരു ഹല്ലേലൂയ രേഖയുണ്ടാക്കുക. ഇന്ന് പകൽക്കാലം എന്തോ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാ. എന്നെ കേൾക്കുന്ന ആരോ ഇതിന്റെ അകത്ത്, ആമേൻ, അവര് പോലും അറിയാതെ, ആമേൻ, അവരും അവരുടെ മനസ്സിൽ ചിന്തിക്കുക പോലെ ചെയ്യാത്ത വിഷയത്തിന്റെ പിന്നാലെ, ആമേൻ, ഒരു വ്യാജ രേഖയുണ്ടാക്കി, ആമേൻ, നിനക്കെതിരെ പദ്ധതി ഒരുക്കുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലത്തെ പ്രിയ ദൈവത്തിന്റെ പൈതലേ, നീ ആ മുട്ടൊന്ന് മടക്ക്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഗ്ലോറി. ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, ആമേൻ, നമ്മൾ തിരിച്ചറിയുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒരു മൊർദെഖായിയെ ഒതുക്കുവാൻ, ആമേൻ, ഒരു ഹാമാൻ എഴുന്നേറ്റെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, മൊർദെഖായിയെ മാത്രമല്ല, മൊർദെഖായിയോടുള്ള വിദ്വേഷം ആ ജനതയെ മുഴുവനും നശിപ്പിക്കുവാൻ രേഖ ഉണ്ടാക്കുകയാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ രേഖ ഉണ്ടാക്കിയവൻ എവിടെയാ? ആമേൻ, ഹല്ലേലൂയ. കൊട്ടാരത്തിനകത്ത് പ്രവേശിക്കുവാൻ യോഗ്യതയില്ലാത്തവനെ കൊട്ടാരത്തിന്റെ അകത്തളത്തിലേക്ക് പ്രവേശിപ്പിച്ച ഒരു ദൈവം. ആമേൻ, ഹല്ലേലൂയ. നീ രേഖയുണ്ടാക്കിക്കോ. പക്ഷെ ദാനിയേലിനെതിരെ രേഖയുണ്ടാക്കിയപ്പോഴും, ആമേൻ, ഹല്ലേലൂയ, മൊർദെഖായിക്കെതിരെ രേഖയുണ്ടാക്കിയപ്പോഴും, ആമേൻ, അന്ന് രാത്രിയിൽ ആ രാജാക്കന്മാർ ഉറങ്ങിയില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാനിയേലിനെതിരെ ഹല്ലേലൂയ രേഖയുണ്ടാക്കിയപ്പോൾ അന്ന് രാത്രിയിൽ രാജാവിന് ഉറക്കം വന്നില്ല. രാജാവ് ഭക്ഷണം വേണ്ടാന്ന് വെച്ച്, ആമേൻ, തന്റെ ഹല്ലേലൂയ തന്റേതായിട്ടുള്ള എല്ലാം വേണ്ടാന്ന് വെച്ച്, ആമേൻ, രാജാവ് ഹല്ലേലൂയ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാ. ഉറക്കം നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതലേ, നിനക്കെതിരെ വ്യാജരേഖ ഉണ്ടാക്കുന്നവന്റെ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രിയായി തീരുവാൻ, ഹല്ലേലൂയ, ആമേൻ, വിശ്വസിക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? നമ്മൾ ഈ കർത്താവിന്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചാ മതി. ഹല്ലേലൂയ. സംഹാരകൻ എന്തെല്ലാം പദ്ധതി ഒരുക്കി കടന്നു വന്നാലും, ഏതെല്ലാം പദ്ധതി ഒരുക്കി കടന്നു വന്നാലും, പ്രാർത്ഥിക്കുന്നവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കർത്താവിന്റെ സാന്നിധ്യം, ആരാധിക്കുന്നവനെ അവന്റെ കൂടെ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പിന്നെ ഇങ്ങനെ കൊണ്ടുപോവുക. ഞാൻ ഇതൊന്നും പറയാനല്ല ഇരുന്നത് കേട്ടോ. ആമേൻ. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പിന്നെ എന്നെ കൊണ്ടുപോയാ ഈ യാക്കോബ് ഏകനായി കടന്നു പോയപ്പോ, ആമേൻ, ഹല്ലേലൂയ, ഇതിന്റെ നടുവിൽ ഹല്ലേലൂയ ഞാൻ ഏകയാണ്. ആമേൻ. ചില വിഷയത്തിന് മുൻപാകെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ, എന്നെ സ്നേഹിക്കേണ്ടവർ പോലും, എന്നെ ഒന്ന്
ചേർത്ത് നിർത്തേണ്ടവര് പോലും ആമേൻ ഹല്ലേലൂയ എന്നെ ഒറ്റപ്പെടുത്തുന്നു എന്ന് വിചാരിച്ച് ഭാരപ്പെടുത്തുന്ന ആമേൻ ഹല്ലേലൂയ ഹൃദയം വിങ്ങുന്ന വ്യക്തി ജീവിതങ്ങൾ ഇതിനകത്ത് ഇരിക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുക. കുഞ്ഞേ, ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുകയാ, യാക്കോബ് ഏകനാണെന്ന് വിചാരിച്ചു. ആമേൻ, അവൻ ദൂരെ യാത്ര ചെയ്യുമ്പോൾ ആമേൻ, യാക്കോബേ നീ ഏകനല്ല, ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് ചുറ്റുമുണ്ടെന്ന് കാണിച്ച് യാക്കോബിനെ ബലപ്പെടുത്തിയ ഒരു ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ കൂടെയുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാ. ഹല്ലേലൂയ. പലപ്പോഴും ഏകാന്തതയുടെ നടുവിൽ ഞാൻ ഇതൊക്കെ പറയുന്ന എന്റെ അനുഭവം കൂടെയാണ് കേട്ടോ. ഞാൻ ഏകാന്തതയുടെ നടുവിൽ പലപ്പോഴും ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു കരം, പക്ഷേ ദൈവത്തിന് നമ്മൾ ഏകയാണെന്ന് തോന്നുമ്പോഴാണ് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഉള്ളത്. നമ്മുടെ ബലം കൊണ്ടോ നമ്മളെ സഹായിക്കാൻ മറ്റുള്ളവർ ഉണ്ട് എന്ന് തോന്നിയാൽ ഹല്ലേലൂയ നമ്മൾ അവരുടെ മുഖത്തേക്ക് നമ്മുടെ നോട്ടം നോക്കും. എന്നാൽ എന്നെ സഹായിക്കാൻ ആരുമില്ല കർത്താവേ, എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് ആരുമില്ല എന്ന് എപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ സമ്മതിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാലും എടുക്കുന്നുവോ, നിന്റെ പ്രശ്നങ്ങളെ അതുപോലെ ഏറ്റെടുക്കുന്നവനാണ് എന്റെയും നിങ്ങളുടെയും കർത്താവ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനുഷ്യൻ സഹായിച്ചാൽ ചാകുന്നിടം വരെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ അവനെ സഹായിച്ച് അവന്റെ വീഴ്ചയിൽ ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ചാകുന്നിടം വരെയും ഇത് കേട്ടോണ്ടിരിക്കണം. പക്ഷേ നീ മനുഷ്യന്റെ മുമ്പാകെ കൈ നീട്ടാതെ ആമേൻ ഉയരങ്ങളിലേക്കൊന്ന് കൈ നീട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ തീരുമാനം ആമേൻ കർത്താവിന്റെ സന്നിധിയിലേക്കൊന്ന് കൊടുക്കുക. ഒന്ന് പറ, കർത്താവേ എനിക്ക് ചില തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് കഴിയുന്നില്ല. ഞാൻ തനിച്ചായിരിക്കുമ്പോൾ ആമേൻ ഏത് ശരിയാണ് ഏത് തെറ്റാണെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ കർത്താവിന്റെ സന്നിധിയിലേക്കൊന്ന് കൊടുക്കുക. ആമേൻ ഹല്ലേലൂയ. അവൻ അങ്ങനെ നമ്മളെ ഏറ്റുകൊള്ളും കർത്താവ്. ആമേൻ നമ്മളെ അവന്റെ ഇരു കൈകൾ കൊണ്ട് നമ്മളെ ഹല്ലേലൂയ അവന്റെ കയ്യിൽ വഹിച്ചുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. യാക്കോബിന്റെ ആമേൻ ഹല്ലേലൂയ തിരിച്ച് തന്റെ ദേശത്തേക്ക് മടക്കി കൊണ്ടുവരുന്നത് വരെയും യാക്കോബിനോട് ദൈവം കൂടെയിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുക, ആരൊക്കെയോ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിന്മേൽ ഹല്ലേലൂയ നിങ്ങൾ ഭാരപ്പെടണ്ട, ദൈവം ഏറ്റെടുത്തോളും ആ വിഷയം. അങ്ങോട്ടൊന്ന് ഇട്ടുകൊടുക്ക്. അപ്പൊ ഞാൻ മടങ്ങി വരട്ടെ. സംഹാരകൻ നമ്മുടെ ഭവനത്തിൽ അടുക്കാതെ ഇരിക്കേണ്ടതിന്, സംഹാരകൻ നമുക്കെതിരെ കടന്നു വരാതെ ഇരിക്കേണ്ടതിന് ഒന്നാമത് നമ്മൾ വേണ്ടത് നമ്മുടെ ഭവനത്തിന് ചുറ്റും നമ്മൾ വേലി കെട്ടണം കേട്ടോ. എങ്ങനെയാണ് വേലി കെട്ടേണ്ടത്? ആരാധിച്ച് ജയമെടുത്ത് ആമേൻ പ്രാർത്ഥനയാകുന്ന കോട്ടയ്ക്കകത്ത് നമ്മളെയും നമുക്കുള്ളതിനെ മുഴുവൻ സംരക്ഷണം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവൻ ഹല്ലേലൂയ നമ്മളെ വിട്ട് ഓടിപ്പോകുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് അവിടെ കാണുകയാ, വഴി സൂക്ഷിച്ചു നോക്ക്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. നമ്മുടെ വഴി സൂക്ഷിച്ചു നോക്കണം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ആമേൻ ശത്രുവായവൻ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മുടെ വഴിയെ തെറ്റിച്ചു വിടും കേട്ടോ. പക്ഷെ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടേതായിട്ടുള്ള ചിന്തകൾ നമുക്കുണ്ട്. പിശാച് നമ്മുടെ ഹൃദയത്തിലേക്ക് ചില ചിന്തകൾ കൊണ്ടുവന്നിടും. ദൈവം ചില ചിന്തകൾ കൊണ്ടുവന്നിടും. ഇത് ഏതാണ് ശരി ഏതാണെന്ന് തെറ്റ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മൾ ചെന്ന് നിൽക്കുന്ന ഇടം എങ്ങനെയുള്ളതാണെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഒരുപാട് കള്ളപ്രവാചകന്മാർ എഴുന്നേക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ക്രിസ്തീയ വിശ്വാസത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ വല്ലാത്ത പ്രയാസമുള്ളത് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആടുകളുടെ വേഷം പൂണ്ട് ആമേൻ ചെന്നായ്ക്കൾ ഇറങ്ങുമ്പോൾ കുഞ്ഞാടാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. പക്ഷേ അത് തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള വിവേചനത്തിന്റെ ദൈവകൃപ ദൈവത്തോട് ചോദിച്ച് മേടിക്കണം. ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും തിരിച്ചറിയുവാൻ വിവേചിപ്പാനുള്ള ദൈവകൃപ തരണമേ കർത്താവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ചെന്ന് നിൽക്കുന്ന വ്യാജം പഠിപ്പിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്നതായിട്ടുള്ള ഇടങ്ങളിൽ നമ്മൾ ചെന്ന് നിൽക്കരുത്. നമുക്ക് ചെന്ന് നിൽക്കുന്ന ഇടം ആമേൻ ദൈവികമാണോ അല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശത്രു നമ്മുടെ മുമ്പാകെ ചില വഴികൾ അടച്ചു വെക്കും. യെശയ്യാവ് 45-ാമത്തെ അധ്യായത്തിൽ അതിന്റെ ആദ്യ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ ഒരു വഴി തുറക്കുന്നതിനെ കുറിച്ച് കാണും.
കോരസിനോട് യഹോവയായ ദൈവം പറയുക. അതൊന്ന് വായിക്കാവോ? യെശയ്യാവിന്റെ പുസ്തകം 45 1, 2 വാക്യം. യഹോവ തന്റെ അഭിഷക്തനായ കോരേശിനോട് അരുളി ചെയ്തത് ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന്, കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലങ്കൈ പിടിച്ചിരിക്കുന്നു. മതി. നോക്കിക്കേ, അവിടെ ഒരു വഴി തുറന്നു വെച്ചിരിക്കുന്നത് കാണുക. പ്രൈസ് ദി ലോർഡ്. ആർക്ക് വേണ്ടിയാ? കോരസിന് വേണ്ടി. അതിന്റെ മുകൾ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാം, കോരസിന്റെ ഇടയൻ. പ്രൈസ് ദി ലോർഡ്. കോരസിന്റെ ഇടയനാ. അവൻ എന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവനാ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ദൈവം തമ്പുരാൻ നമ്മൾക്ക് വേണ്ടി ചില വാതിലുകൾ തുറന്നു വെക്കും കേട്ടോ. അവൻ ശത്രു നമ്മുടെ വഴികളൊക്കെ അടച്ചു കളയും. ശത്രു നമ്മുടെ നന്മകൾ അടച്ചു കളയും. ശത്രു നമ്മളോട് വാതുകെട്ടി നിൽക്കും. അവൻ എന്നാൽ ഇവിടെ വചനം പറയുക, കോരസേ, നീ എന്റെ ഇടയനാണ്, അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കുകയാട്ടോ, ജാതികളുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിന്. ആമേൻ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നിന്റെ മുൻപാകെ ജാതീയ മണ്ഡലങ്ങൾ വന്ന്, ഹല്ലേലൂയ, നിനക്ക് മുന്നോട്ട് കടന്നു പോകുവാൻ കഴിയാതെ നിന്റെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന, നിന്റെ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുന്ന, നിന്റെ നന്മയെ തടസ്സപ്പെടുത്തുന്ന വഴികള് ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വഴി മാറുകയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുകയാ, യഹോവയായ ദൈവം ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുക. എന്റെ തമ്പുരാൻ ഒരു വാതിൽ തുറന്നാൽ അതിനെ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല കേട്ടോ. ആമേൻ. എന്റെ തമ്പുരാൻ ഒരു വാതിൽ അടച്ചാൽ അതിനെ തുറക്കാനും ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ആമേൻ, ഇന്ന് പകൽക്കാലം ആമേൻ, എന്റെയും നിങ്ങളുടെയും മുൻപാകെ ശത്രു ചില ഹല്ലേലൂയ വാതിലുകൾ അടച്ചു വെക്കുമ്പോൾ നമ്മുടെ തലമുറകളുടെ, പ്രൈസ് ദി ലോർഡ്, ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാ, തലമുറകൾ ഹല്ലേലൂയ ആമേൻ വിടുതൽ പ്രാപിക്കാതെ ഇരിക്കേണ്ടതിന്, ആമേൻ ഉപജീവന മാർഗത്തിന് വേണ്ടി വിദേശത്ത് കടന്നു പോകുവാൻ തക്കവണ്ണം കാലങ്ങളായി ആഗ്രഹിച്ചിട്ടും ആമേൻ ഹല്ലേലൂയ അത് നടക്കാതെ, ഒന്ന് ശരിയാകുമ്പോൾ മറ്റൊന്ന് ശരിയാകത്തില്ല. ആമേൻ ഒന്ന് റെഡിയാകുമ്പോൾ ഹല്ലേലൂയ വേറൊരു വാതിൽ അടയും. ആമേൻ അങ്ങനെ കാലങ്ങളായിട്ട് ചില പേപ്പറുകൾ ഹല്ലേലൂയ ആമേൻ ശരിയാക്കുവാൻ ഹല്ലേലൂയ തയ്യാറെടുക്കുന്ന തലമുറകളെ ഓർത്ത് നിലവിളിക്കുന്ന പ്രിയ മാതാപിതാക്കളെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കുകയാ, നീ ഒന്ന് ദൈവസന്നിധിയിൽ അതൊന്ന് കൊടുക്കേ. നിന്റെ കഴിവുകളെ ഒന്ന് മാറ്റിവെക്കേ, നിന്റെ പദ്ധതികൾ ഒന്ന് മാറ്റിവെക്കേ. പകരം അപ്പനോട് പറ, കർത്താവേ, എന്താണ് ഇതിന് ചെയ്യേണ്ടത്? നീ തന്നെ ഇതിനൊരു കാര്യത്തിന് തീർപ്പ് കൽപ്പിക്കണമെന്ന് ഇന്ന് പകൽക്കാലം സമർപ്പിക്കുന്നുവെങ്കിൽ ആ അടഞ്ഞു കിടക്കുന്ന വാതിൽ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം തുറക്കപ്പെടുകയാ. ഗ്ലോറി. ഹല്ലേലൂയ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ശത്രു തടഞ്ഞു വെച്ചിരിക്കുന്ന രേഖകളെ, ഓ ഹല്ലേലൂയ ആമേൻ, കാലങ്ങളായി ചലിക്കാതിരിക്കുന്ന ഏതൊക്കെയോ പേപ്പറുകളെ ഇന്ന് പകൽക്കാലം സ്വർഗം അവിടുന്ന് ഒന്ന് പൊടി തട്ടി എടുക്കുകയാ. ഓ പിന്നെയും ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, ആമേൻ, കാലങ്ങൾക്ക് മുൻപേ ചില അപേക്ഷകൾ വെച്ചത് ദൈവസന്നിധിയിൽ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. കാലങ്ങൾക്ക് മുമ്പ് ചില അപേക്ഷകൾ നീ ദൈവസന്നിധിയിൽ കൊടുത്തതാ. പലപ്പോഴും ചിന്തിക്കുന്ന, കർത്താവ്, എത്ര കാലമായി ഞാൻ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിക്കുക, കുഞ്ഞേ, നീ മറന്നുപോയെങ്കിലും ഞാൻ മറക്കാതെ ഓർത്തു വെച്ചിട്ടുണ്ട്. ഈ നാളുകളിൽ എന്റെ കരങ്ങളിൽ ഇരിക്കുന്ന ഈ അപേക്ഷയ്ക്ക് ഒരു മറുപടിയുമായി അവൻ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെയോ വിഷയങ്ങള് ദൈവസന്നിധിയിൽ കൊടുത്തിട്ട് നമ്മൾ മറന്നുപോയി. പക്ഷേ അവൻ യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നത് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അവന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചു. ഹല്ലേലൂയ. നമ്മൾ മറന്നുപോയാലും ആ ഓർമ്മയുടെ പുസ്തകത്തിൽ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം തമ്പുരാൻ ഓർത്ത് നമുക്ക് തുറന്നു തരും കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ ഭാരപ്പെടണ്ട. ചിലപ്പോ കുറച്ചു കാലം നമ്മൾ കാത്തിരിക്കേണ്ടി വരും. നമ്മൾക്കറിയാം അബ്രഹാം എത്ര കാലം കാത്തിരുന്നു വാഗ്ദത്തം കേട്ടിട്ട്. ആ വാഗ്ദത്തം ജീവിതത്തിൽ പ്രാവർത്തികമാകുവാൻ, വാഗ്ദത്തം അത് അനുഭവിക്കുവാൻ, അത് കണ്ണാലെ ഒന്ന് കാണുവാൻ കാലങ്ങൾ കാത്തിരുന്നു. നമ്മുടെയൊക്കെ പ്രശ്നം നമ്മൾ ചോദിച്ചാൽ ഉടനെ കിട്ടണം. പക്ഷേ ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുക, നിന്റെ വിഷയങ്ങളൊന്നും ഞാൻ കേൾക്കാതെ ഇരുന്നിട്ടല്ല, ആമേൻ, നിന്നെ ഒന്ന് പുതുക്കി
പുതുക്കി പണിയുവാൻ, നിന്നെ ഒന്നുകൂടെ ഒന്ന് പണിതെടുക്കുവാൻ, ആമേൻ ഹല്ലേലൂയ, നിനക്ക് കുറച്ചുകൂടെ ദൈവസന്നിധിയിൽ ഒന്ന് അവനൊന്ന് താഴുവാനായിട്ടുണ്ട്. നിന്നെ കുറിച്ച് തമ്പുരാൻ കുറെ കാര്യങ്ങളോട് ആഗ്രഹിക്കുന്നു. ആമേൻ ഹല്ലേലൂയ, നിന്റെ ജീവിതം കുറച്ചുകൂടെ ഒന്ന് ശരിയാകാനായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽക്കാലം നിന്നെ ഒന്ന് ഒരുക്കി എടുക്കേണ്ടതിന് ആമേൻ ഹല്ലേലൂയ ചില വഴികൾ ആമേൻ തമ്പുരാൻ തന്നെ അടച്ചു വെച്ചിരിക്കുക. പക്ഷേ ആമേൻ ഹല്ലേലൂയ അവൻ തുറക്കുന്ന ഒരു സമയമുണ്ട് കേട്ടോ. ആമേൻ അതാ വഴി അപ്പൻ തുറന്നു വെച്ചാൽ അതിനെ പിന്നെ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. ആമേൻ അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് സമർപ്പിക്ക്. എന്റെ വഴികളെ തുറക്കുവാൻ അവൻ എഴുന്നേറ്റിട്ടുണ്ടെന്നൊന്ന് വിശ്വസിക്കുമെങ്കിൽ നമുക്ക് വേണ്ടി തമ്പുരാൻ ചില വഴികൾ തുറക്കും. ഹല്ലേലൂയ. തുറന്നാൽ എന്താ സംഭവിക്കുന്നേ? ഗൂഢമായ നിക്ഷേപങ്ങൾ പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഗുപ്ത നിധികൾ പുറത്തു വരും. ആമേൻ. ആ ഗുപ്ത നിധികളൊക്കെ അടഞ്ഞു കിടന്നതാകട്ടോ, എന്നേ എന്റെ കയ്യിൽ കിട്ടേണ്ടതാ. പക്ഷേ ആമേൻ അത് കിട്ടാതെ പോയത് എന്നെ ഒന്നുകൂടെ ഒന്ന് മെരുക്കി എടുക്കാനായിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് നീ വിചാരിക്കുന്നതിനെ ആമേൻ ഹല്ലേലൂയ നിന്റെ കണ്ണാലെ തന്നെ നീ കാണും മടങ്ങി വന്നത് കേട്ടോ. ആമേൻ ഹല്ലേലൂയ. അബ്രഹാമിനോട് കൊടുത്ത വാഗ്ദത്തം, അബ്രഹാം മരിച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ട് അബ്രഹാമിന്റെ സന്തതികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ വാഗ്ദത്തം ആമേൻ വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടും ആമേൻ ഇസ്രായേൽ ജനത്തിന് കൊടുത്തെങ്കിൽ കാലങ്ങൾ കഴിഞ്ഞാലും നിനക്ക് തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തത്തെ ആമേൻ അവൻ മറന്നു പോകത്തില്ല. അവൻ അത് ഓർത്തു വെക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് വഴിയാണ് അടയുന്നത്? അടഞ്ഞുപോയ വഴികളെ തുറക്കുവാൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ 40 വർഷം നടത്തിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആമേൻ അവന്റെ ദൈവത്തിന്റെ കൽപ്പനകൾ അവരനുസരിക്കുമോ ഇല്ലയോ എന്ന് അവരെ ഒന്ന് പരീക്ഷിച്ചറിയേണ്ടതിന് 40 വർഷം ഞാൻ അവരെ മരുഭൂമിയിലൂടെ നടത്തി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയേ. കർത്താവേ, ഞാൻ എവിടെയൊക്കെയോ ശരിയാകാനായിട്ടുണ്ട്, ഞാൻ എവിടെയൊക്കെയോ കുറെ കൂടെ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടുണ്ട്. എന്റെ മേൽ ഒരുപാട് കാര്യങ്ങൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ എന്നെ ഒന്ന് ദൈവത്തിന് കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ വഴി നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. നമ്മുടെ വഴി, നമ്മൾ എവിടെ നിൽക്കുന്നത് എവിടെയാണ്? രൂത്ത് വന്ന് പെട്ടത് ബോവസിന്റെ വയലിൽ ശരിയായിട്ടുള്ള വഴിയിലായിരുന്നു. ആമേൻ. എന്തുകൊണ്ടാ ആ ശരിയായിട്ടുള്ള വഴിയിൽ അവൾ വന്ന് പെട്ടെന്നറിയാമോ? അവളുടെ തീരുമാനത്തിലാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം നമ്മൾ ശരിയായിട്ടുള്ള ദിശയിൽ വന്ന് നിൽക്കുന്നത് നമ്മുടെ തീരുമാനപ്രകാരമാണ്. പ്രൈസ് ദി ലോർഡ്. രൂത്ത് ഒരു തീരുമാനമെടുത്തു. ഈ അമ്മയ്ക്ക് ആമേൻ ഹല്ലേലൂയ ഞാനുകൂടി ഉപേക്ഷിച്ചാൽ ഈ ലോകത്തിൽ അവൾക്ക് വേറെ ആരുമില്ല. ഈ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാവിനെ ഞാൻ തനിച്ചു വിടുന്നത് ശരിയല്ല. ആമേൻ. എത്ര പറഞ്ഞിട്ടും അവള് പോകാതെ ആ അമ്മയെ പറ്റിച്ചേർന്ന് നിന്ന് അവള് ശരിയായിട്ടുള്ള ഒരു തീരുമാനം എടുത്തത് കൊണ്ടാ അവള് ബോവസിന്റെ വയലിൽ എത്തപ്പെട്ടത് കേട്ടോ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുക, കുഞ്ഞ് നീ എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ടല്ലോ, ആമേൻ ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ തീരുമാനമാണോ എന്ന് ആമേൻ നീ ഒന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിക്കുന്ന തീരുമാനങ്ങളാണോ ഞാൻ എടുക്കുന്നതെന്ന് ആമേൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള വയലിൽ ചെന്ന് നിൽക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും കർത്താവിനോട് ചേർന്നെടുക്കുന്ന തീരുമാനങ്ങളായി തീരുവാൻ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. പിന്നെ അവിടെ മൂന്നാമത് പറയുകയാ, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. ഹല്ലേലൂയ. എപ്രകാരമാണ് അരമുറുക്കേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എഫീസർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം വരുമ്പോ അതിന്റെ 10 തൊട്ട് 18 വാക്യം വരെ 16 വാക്യം വരെ വായിക്കുമ്പോ എങ്ങനെയാണ് നമ്മൾ അര കെട്ടേണ്ടതെന്നും ആമേൻ എങ്ങനെയാണ് നമ്മളെ തന്നെ ശക്തീകരിക്കേണ്ടതെന്നും ഈ വാക്യങ്ങൾ വായിക്കുമ്പോ മനസ്സിലാകുവാനായിട്ട് സാധിക്കും. അവിടെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാനത്തിനായുള്ള സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന്
ചെരിപ്പായും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. അപ്പൊ നമ്മളെ തന്നെ ശക്തീകരിക്കേണ്ടത് എങ്ങനെയാണ്, നമ്മളെ തന്നെ ഒരുക്കേണ്ടത് എങ്ങനെയാണ്, ആ രണ്ട് കാര്യം കൂടെ ഒരുമിച്ച് ഞാൻ പറയുക. ആമേൻ. 10ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എങ്ങനെയാണ് ശക്തിപ്പെടേണ്ടത്? ലോകപരമായിട്ടുള്ള സകല കാര്യങ്ങളും ആമേൻ നമ്മളുടേതായിട്ടുള്ള ചിന്താമണ്ഡലങ്ങളിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമെന്നാൽ ആമേൻ അവിടെയൊക്കെ പരാജയപ്പെടുമ്പോൾ ഇവിടെ പറയുക, നിന്റെ കഴിവുകളെല്ലാം തീർന്നില്ലേ, നിന്റെ വിദ്യാഭ്യാസത്തിന്റെ കഴിവുകളെല്ലാം തീർന്നില്ലേ, നിന്റെ പണത്തിന്റെ കഴിവുകളെല്ലാം തീർന്നില്ലേ? ഇന്ന് പകൽക്കാലം ആമേൻ നിന്റെ കഴിവുകളെല്ലാം തീർന്നെങ്കിൽ ആമേൻ ഒടുവിൽ നീ ഇങ്ങോട്ട് മടങ്ങുക. നമ്മൾ ഒരു വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും നമുക്കൊരു വിഷയമുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? നമ്മളുടെ ശക്തി അങ്ങ് ഉപയോഗിക്കും. ഒരു രോഗമുണ്ടായാൽ ആദ്യം പോയി ഡോക്ടറെ കാണും. എല്ലാം തഴഞ്ഞു കഴിയുമ്പോ ദൈവസന്നിധിയിലേക്ക് കടന്നു വരും. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോ ദൈവസന്നിധിയിലേക്ക് കടന്നു വരും. എന്നാ പിന്നെ ആദ്യമേ അതങ്ങ് പോരായിരുന്നോ? ആദ്യമേ ഈ കർത്താവിന്റെ ബലത്തിൽ നമ്മൾ ശക്തിപ്പെട്ടിരുന്നെങ്കിൽ, ഈ വിശ്വാസം നമുക്കുണ്ടായിരുന്നെങ്കിൽ, എന്റെ കർത്താവിനെ വിടുവിക്കുവാൻ മതിയായവനാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നെങ്കിൽ, എന്റെ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്, അതുകൊണ്ട് ആമേൻ ഇനി എനിക്ക് വേറൊരുത്തനും രക്ഷയില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, ഹല്ലേലൂയ. എന്റെ ഒരു അനുഭവം ഞാൻ പറയട്ടെ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇനി തനിച്ചാണെന്ന് തോന്നിയ സമയം ദൈവത്തോട് ചില കണ്ടീഷൻ ഞാൻ വെച്ചു. കർത്താവേ, ലോകപരമായി നോക്കുമ്പോ പരമാവധി മറ്റുള്ളവരുടെ മുമ്പിൽ എന്റെ പ്രയാസങ്ങളോ എന്റെ പ്രതികൂലങ്ങളോ ഒന്നും അവർക്ക് മനസ്സിലാകരുത്. ഞാനും ദൈവവും മാത്രമേ എന്റെ വിഷയങ്ങൾ അറിയാവൂ. ഞാൻ ആരുടെയും മുമ്പിൽ കൈനീട്ടാനോ എന്റെ ആവശ്യങ്ങളെ ഞാൻ വേറൊരാളോട് പറയാനോ പോകത്തില്ല. ഇത് ഞാനും ദൈവവും തമ്മിലുള്ള ഒരു കണ്ടീഷനാ. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും എന്റെ ആവശ്യം ഞാൻ വേറൊരാളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യത്തില്ല. പ്രിയ ദൈവത്തിന്റെ ജനമേ, എന്നെ ഇന്നുവരെയും ആരുടെയും മുമ്പിൽ കൈനീട്ടുവാനോ ആരുടെയും മുമ്പിൽ താളടിയാക്കുവാനോ ദൈവം അനുവദിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ പലപ്പോഴും ദൈവം ചെയ്യുന്ന ആ പ്രൊട്ടക്ഷൻ കാണുമ്പോ എനിക്ക് തന്നെ പലപ്പോഴും എന്റെ കണ്ണു നിറയും. കർത്താവേ, ദാവീദ് ചോദിച്ചതുപോലെ ചോദിക്കും, എന്റെ അപ്പ, ഇത്രമാത്രം നീ എന്നെ കരുതുവാൻ ഞാൻ എന്തുള്ളൂ? എന്തു മഹത്വമായി എനിക്കുള്ളേ? ഒരു മഹത്വവും ഇല്ല. പക്ഷേ ദൈവം അന്ന് എന്നോട് പറഞ്ഞു, കുഞ്ഞേ, ഒരു നിമിഷത്തേക്ക് എന്റെ കണ്ണുകളെ ഞാൻ നിന്റെ മുഖത്ത് നിന്നും മാറ്റി. ഇനി ഞാൻ ഒരിക്കലും നിന്നോട് അങ്ങനെ ചെയ്യത്തില്ല. അന്നു മുതൽ ഇന്ന് വരെയും ഞാൻ ഈ വാക്യം തന്നെ ഉരുവിട്ടുകൊണ്ട് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവേ, എനിക്കൊരു തീരുമാനം എടുക്കണമെങ്കിൽ എനിക്ക് ചോദിക്കാൻ ഒരാളില്ല. അപ്പോ ദൈവത്തോട് ചോദിക്കുന്നതിന് കൃത്യമായിട്ടുള്ള മറുപടി എന്റെ അപ്പൻ തന്നെ ഇന്നും വഴി നടത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ബലം ക്ഷയിക്കുമ്പോൾ നമ്മൾ ബലവാന്മാരിലല്ല ആശ്രയിക്കേണ്ടത്. ഇവിടെ വചനം പറയുക, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പ്രൈസ് ദി ലോർഡ്. ഈ ശക്തിയിൽ, ഈ കർത്താവിന്റെ ശക്തിയിൽ ആരാശ്രയിക്കുന്നുവോ അവരെ കൈവിടാത്ത ഒരു തമ്പുരാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ രുചിച്ചറിഞ്ഞതാ. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് ആമേൻ ഈ കർത്താവിന്റെ ശക്തിയിലൊന്നും ബലപ്പെടുവാനായിട്ട് സാധിക്കുമോ? നിങ്ങൾ ഏത് വിഷയത്തിലൂടെ പോകുന്നവരായിരിക്കാം. ഒരാൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നമാണെങ്കിൽ വേറൊരാൾക്ക് വേറൊരു പ്രശ്നമാ. ആമേൻ. നമ്മൾ വിചാരിക്കും നമ്മളുടെ വിഷയങ്ങളാണ് ഏറ്റവും വലുതെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതത്തിൽ ഒരുപാട് ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവസന്നിധിയിൽ നിൽക്കുകയും ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായി ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കുകയും ദൈവത്തോട് ആലോചന ചോദിക്കുകയും ചെയ്തിരുന്ന ഒരു കുടുംബമായിരുന്നു. പക്ഷേ പ്രതിസന്ധികൾ വരാനായിട്ട് തുടങ്ങുമ്പോ ഒന്നിന് പിന്നാലെ മാലപ്പടക്കം പോലെ ഇങ്ങനെ കയറി വന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പലരും മാറി നിന്ന് പറഞ്ഞു, ഓ, പ്രാർത്ഥനക്കാരിയാണ്, ആമേൻ, ഇതൊക്കെ എന്തുകൊണ്ടാ വരുന്നതെന്ന്. ഓ, പ്രവാചകിയാ, പക്ഷേ ഇത് അവളുടെ ജീവിതത്തിൽ ഇതൊക്കെ വരുമെന്ന് തിരിച്ചറിഞ്ഞില്ലയോ? പക്ഷേ ദൈവസന്നിധിയിൽ മിണ്ടാതെ ഇരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവാൻ തമ്പുരാൻ ആലോചന പറഞ്ഞു കേട്ടോ. പ്രാർത്ഥിച്ച് അവൾക്ക് വട്ടായി പോയി എന്ന് പറഞ്ഞവരെയുമുണ്ട്. ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ ആമേൻ അന്യഭാഷയിൽ ഇരുന്ന് ആരാധിക്കുമ്പോ ആമേൻ കേട്ട് നിൽക്കുന്നവര് പറയും, ഓ, പ്രാർത്ഥിച്ച് ആമേൻ വട്ടായെന്ന് തോന്നുന്നെന്ന്. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഈ പറയുന്നത് എന്താണെന്ന് ആമേൻ ഒരു ചെടിയന് മനസ്സിലാകത്തില്ല കേട്ടോ.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ഭവനത്തിന്റെ അകത്ത് ഒരു ദുഷ്ടനും അടുക്കാതെ ഇരിക്കണമെങ്കിൽ നീ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് ഹല്ലേലൂയ ആരാധിച്ച് ബലപ്പെടുമെങ്കിൽ ആമേൻ, ആ കർത്താവിന്റെ അമിത ബലം നിന്റെ മേൽ കടന്നു വരും. നീ എന്ത് ചെയ്യണം, എന്ത് തീരുമാനം എടുക്കണമെന്ന് തക്ക സമയം അവൻ ആലോചന പറഞ്ഞു തന്ന് ആമേൻ നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവമാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ പറയുക, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. ഹല്ലേലൂയ. ഈ പിശാചിനോട് നമുക്ക് എതിർത്ത് നിൽക്കണമെങ്കിൽ ആമേൻ ഈ സർവായുധം എടുത്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. പൗലോസ് ഇത് എഴുതുന്നത് ആമേൻ ഹല്ലേലൂയ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാ. അപ്പൊ ഞാൻ വിചാരിക്കുക, ഒരു കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവിടെ ഒരു കാവൽക്കാരൻ ഉണ്ടാകുമല്ലോ, ഒരു പട്ടാളക്കാരൻ അവിടെ ഉണ്ടാകുമല്ലോ. ആമേൻ, ആ ഒരു പട്ടാളക്കാരന്റെ വേഷവിധാനമൊക്കെ പൗലോസ് ഇങ്ങനെ ഒരുപക്ഷെ നോക്കിക്കൊണ്ടായിരിക്കാം ഈ ഒരു ലേഖനം എഴുതുന്നെന്ന് ചിന്തിക്കുക. കാരണം അതുപോലെ ഒരു പട്ടാളക്കാരന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങള്, അരക്കച്ച, തലയിൽ തൊപ്പി, പരിച, വാള്, ഇതെല്ലാം ഒരു പണ്ട് കാലത്തെ ഒരു പട്ടാളക്കാരനെ നോക്കുമ്പോ നമുക്കറിയാം. ആമേൻ, നമ്മുടെയൊക്കെ ഇപ്പൊ ഉള്ള പട്ടാളക്കാരനല്ല, കൊച്ചിലെ നമ്മൾ കുറെ കൂടെ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഒരു പട്ടാളക്കാരനെ നോക്കിയാൽ അങ്ങനെ ഇരിക്കും. ഇതിനകത്ത് പറയുന്നത് പോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ് കേട്ടോ, ഒരു യുദ്ധക്കളമാ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിചാരിക്കുന്നത് എല്ലാം നമ്മൾ ഈ കർത്താവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ ജീവിതം അങ്ങ് സുരക്ഷിതമാണ്, നമ്മള് എന്താ പറയുന്നേ, നമുക്ക് ഒരു കുറവും ഇല്ല എന്നാ നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ പഠിപ്പിക്കുന്നവരും ഇന്ന് ധാരാളം ലോകത്തിലുണ്ട്. ഈ കർത്താവിൽ വിശ്വസിക്കാൻ നിനക്ക് ഒരു പ്രയാസമില്ല. എന്നാൽ ഞാൻ പറയുക, പ്രയാസമില്ലാത്ത ലോകത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്, പ്രതിസന്ധി ഇല്ലാത്ത ലോകത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പട്ടുമെത്തയല്ല പ്രിയപ്പെട്ടവരെ. അതിനകത്ത് കഷ്ടതയുണ്ട്, അതിനകത്ത് പ്രതിസന്ധിയുണ്ട്, അതിനകത്ത് പ്രതികൂലമുണ്ട്. പക്ഷെ നമ്മൾ അതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാ. പലപ്പോഴും ദുഷ്ടന്റെ തീയമ്പുകൾ നമുക്ക് നേരെ കടന്നു വരും. അതിനെയൊക്കെ നമുക്ക് ചെറുത്ത് നിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെയാണ് നമ്മളൊന്ന് ആലോചിച്ചേ, ഇതൊന്നും ഇല്ലാത്ത ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ വിചാരിച്ചാൽ ഈ യേശു കർത്താവ് ഇത്രമാത്രം ത്യാഗം സഹിക്കണമായിരുന്നോ? ഈ യേശു കർത്താവ് ഇത്രമാത്രം കഷ്ടത അനുഭവിക്കണമായിരുന്നോ? കർത്താവ് കടന്നുപോയ വഴികളൊക്കെ ഒന്ന് ആലോചിച്ചേ. പലപ്പോഴും നമ്മുടെ ഭാരങ്ങള്, നമുക്ക് ഓരോ പ്രതിസന്ധികൾ വരുമ്പോ നമ്മൾ പലപ്പോഴും അതിനെ പെരുപ്പിച്ച് നമ്മളങ്ങ് വല്ലാതെ ഇറിറ്റേറ്റഡ് ആവും. ആ സമയത്ത് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചേ, എന്റെ കർത്താവ് പോയ വഴി, കർത്താവ് അനുഭവിച്ച ആ അടി, അയ്യോ, കർത്താവിന്റെ മുഖത്ത് നോക്കി തുപ്പിയില്ലേ? നമ്മളെ മറ്റുള്ളവർ ആക്ഷേപം പറയുമ്പോൾ നമുക്ക് വേദന തോന്നും. പക്ഷേ ആ വേദന തോന്നുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിച്ചേ, എന്റെ കർത്താവ് ക്രൂശി കിടക്കുമ്പോഴും അവൻ ഈ വേദന ഏറ്റി ഈ കുരിശെടുത്ത് തോളെ വെച്ചോണ്ട് മലകള് ചവിട്ടി കയറുമ്പോഴും, അവനെ ചാട്ടവാറുകൊണ്ട് അടിക്കുമ്പോഴും, അവന്റെ മുഖത്ത് നോക്കി തുപ്പുമ്പോഴും, അവനോട് തന്നെ ഈ ഇത്രയും വേദന പോരാഞ്ഞിട്ട് അവനോട് പറയാ, നീ ദൈവമാണെന്നല്ലേടാ പറഞ്ഞേ, നീ നിന്നെ തന്നെ ഒന്ന് രക്ഷിക്കുന്നു പറയുമ്പോഴും നമ്മളൊന്ന് ആലോചിച്ചേ, ഇത്രയൊക്കെ വേദന നമുക്കുണ്ടായിട്ടുണ്ടോ? ഇത്രയും പ്രയാസം നമുക്കുണ്ടായിട്ടുണ്ടോ? നമ്മുടെ നമ്മള് അമ്മമാരൊക്കെ പാചകം ചെയ്യുന്നവരാ. ഗ്യാസിന്റെ അറ്റത്ത് നമ്മൾ ഒരു ചായ ഇടുമ്പം ആ ചൂട് പാത്രം കയ്യിലൊന്ന് തൊട്ടാൽ പെട്ടെന്ന് നമ്മൾ കൈവലിക്കും. എന്തുകൊണ്ടാ? കൈ പൊള്ളുമ്പോ, ചെറിയ ഒരു മൊട്ടുസൂചി നമ്മുടെ കൈ കൊള്ളുമ്പോ, ഒന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളുമ്പോ നമുക്കുണ്ടാകുന്ന വേദന എത്ര മാത്രം ഒരു പ്രയാസമാ. അങ്ങനെയെങ്കിൽ നോയിക്കേ, ആ കർത്താവിന്റെ പുറത്തേക്കുന്ന ആടി, ആ മുള്ളുകൊണ്ടടിക്കുമ്പോ കർത്താവിന്റെ മാംസം കീറി പറയുന്നത്, അത് നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് വരട്ടെ. ഒന്ന് ആലോചിച്ചേ, എന്റെ അപ്പനെ, എന്റെ കർത്താവ് അനുഭവിച്ച ഈ പീഡ എന്തിനു വേണ്ടിയാ? എന്നെ രക്ഷിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. എന്റെ വിടുതലിന് വേണ്ടി. ഇത്രമാത്രം കഷ്ടപ്പാട് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഏറ്റിട്ടുണ്ടെങ്കിൽ, പ്രിയ പൈതലേ, എന്നെ കർത്താവിന് അവകാശപ്പെട്ടതാ, നിങ്ങളെ ഓരോരുത്തരെയും കർത്താവിന് അവകാശപ്പെട്ടതാ. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മുടേതായിട്ടുള്ള പ്രതിസന്ധിയെ നോക്കി ഭാരപ്പെടാനല്ല. അപ്പോഴും കർത്താവേ, ഞാൻ ഈ ഏൽക്കുന്നതിനേക്കാൾ എത്രയോ വലിയ വേദന എന്റെ കർത്താവേറ്റെ, അതുകൊണ്ട് എന്റെ ഈ വേദന നിന്റെ കരങ്ങളിൽ തരികയാണ്.
നമ്മുടെ ഈ വേദനയെ കർത്താവിനെ ഏറ്റ് നമ്മുടെ ആ ഭാരത്തിൽ നിന്ന്, നമ്മുടെ ആ ശാപത്തിൽ നിന്ന്, നമ്മുടെ ആ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ ആ പാപവും നമ്മുടെ ഭാരവും എല്ലാം കർത്താവ് ഏറ്റെടുക്കാൻ വേണ്ടിയാ ഈ ക്രൂശ് ചുമന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാ ഇത് ചുമ്മിക്കൊണ്ട് നടക്കുന്നേ? നമ്മൾ ഇത് കർത്താവിന്റെ കയ്യിൽ ഒന്ന് വിട്ടുകൊടുത്തേ. നമ്മുടെ മൈൻഡ് ഫ്രീ ആകണം. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ വസിക്കുന്നവൻ, ദൈവത്തിൽ വസിക്കുന്നവൻ, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് കടന്നു പോകുന്നവൻ മൈൻഡ് ഫ്രീ ആയിട്ട് വിട്ടേക്കണം. കർത്താവ് നോക്കിക്കൊള്ളുവന്നേ. നമ്മളെ വിളിച്ചിറക്കിയത് എന്താ നമ്മളെ അംബാനിയാക്കാന്ന് പറഞ്ഞിട്ടാണോ? പത്രോസ് ചോദിച്ച കർത്താവേ, ഈ വള്ളവും വലയെല്ലാം വിട്ടിട്ട് നിന്റെ കൂടെ അനുഗമിക്കാൻ പറയുക. പക്ഷെ ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞങ്ങൾക്ക് എന്താ കിട്ടും? ഇന്ന് എല്ലാവർക്കും ക്രിസ്തീയ ഗോളത്തിൽ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടത് എനിക്ക് എന്ത് കിട്ടും? ഞാനിത് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഞാൻ എന്റെ ശുശ്രൂഷ കർത്താവ്, എന്റെ ജോലി കളഞ്ഞിട്ട് കർത്താവിന്റെ പിന്നാലെ അനുഗമിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? നിനക്കൊന്നും കിട്ടത്തില്ല. നിന്നെ അംബാനിയാക്കാന്നോ ടാറ്റയാക്കാന്നോ ബിർളയാക്കാന്നോ ഒന്നും കർത്താവ് പറയുന്നില്ല. പത്രോസേ, നീ ഒരുപക്ഷെ തല കീഴായി ക്രൂശിക്കപ്പെടേണ്ടി വരും. യാക്കോബേ, നീ വാളാൽ മരിക്കേണ്ടി വരും. പക്ഷെ ഒരു കാര്യം ഞാൻ നിനക്ക് തരാം, എന്നോടൊപ്പം പർദീസയിൽ ഇരിക്കുവാൻ ഒരു അവസരം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 24 മൂപ്പന്മാർ ഒരുമിച്ച് ന്യായം വിധിക്കുന്ന വേദിയിൽ ആമേൻ ഒരു സീറ്റ് ഇട്ടിരുന്ന് നിനക്കും ഞാൻ ന്യായം വിധിക്കുവാനുള്ള ഒരു അവസരം ഞാൻ നിനക്ക് തരാം. ഹല്ലേലൂയ. ഇതിനെക്കാട്ടിലും വലിയ എന്ത് പ്രതിഫലമാ പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്? ഈ കർത്താവിന്റെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനോടൊപ്പം, ഹല്ലേലൂയ, അവന്റെ സിംഹാസനത്തോടൊപ്പം അവനോടൊന്ന് ചേർന്നിരിക്കുവാൻ എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഭാഗ്യം കിട്ടിയാൽ അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യാവസ്ഥ. പ്രൈസ് ദി ലോർഡ്. കാലം വളരെ ദൂരെ യാത്ര ചെയ്തു കൊണ്ടിരിക്കുകയാ. ഏത് സമയവും കർത്താവ് തൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, കാഹളനാദത്തോടുകൂടെ ഇറങ്ങി വരും. ഹല്ലേലൂയ. നമ്മൾ ഇന്നിനെ ഓർത്തിങ്ങനെ ഓടുമ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മളെ ഒന്ന് വിലയിരുത്തണം കേട്ടോ. കർത്താവേ, ഇന്ന് കർത്താവിന്റെ കാഹളം ധ്വനിച്ചാൽ, ഹല്ലേലൂയ, എന്റെ അപ്പന്റെ ആ ശബ്ദം കേൾക്കുവാൻ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? വിശ്വാസത്തിലാ, രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, ആരാധനയ്ക്ക് പോകുന്നതാ, കർത്തൃമേശ എടുത്തതാ. പക്ഷെ എന്റെ ഹൃദയത്തെ കർത്താവ് നോക്കുമ്പോ, പ്രൈസ് ദി ലോർഡ്, ബാക്കി ഞാൻ പറയുന്നില്ല, നമ്മളെ തന്നെ ഒന്ന് നോക്കുമ്പോ എന്റെ ഹൃദയം എത്രമാത്രം കർത്താവിന് താല്പര്യത്തോടുകൂടെ എന്നെ സ്വീകരിക്കുവാനായിട്ട് കഴിയും? പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നവരാണോ? അതോ പരിശുദ്ധാത്മാവിന് മറുതലിച്ചു നിൽക്കുന്നവരാണോ? ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെടുന്നവരാണോ? നമ്മളോട് ഒന്ന് പറഞ്ഞാൽ തിരിച്ച് 2 പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരാത്തവരാണോ? അതോ ഹല്ലേലൂയ ക്ഷമയോടുകൂടെ ഇരുന്ന് എന്റെ കർത്താവിന്റെ കയ്യിലേക്ക് ആ വിഷയത്തെ ഒന്ന് വിട്ടുകൊടുക്കുന്നവനാണോ? ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ഒന്ന് ശക്തീകരിക്കേണ്ടതിന്, ദൈവത്തിന്റെ വചനത്തിൽ ശക്തിപ്പെടുവാൻ ഇവിടെ പറയുക, നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളുവീൻ. ഇത് ഒരു വലിയ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആയതുകൊണ്ട് ഞാൻ ഇതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു വചനമാ. അതുകൊണ്ട് ഈ വിശ്വാസം എന്തൊക്കെ പരിചയമാണ് നമ്മൾ എടുക്കേണ്ടത് അവിടെ പറയുക, നിങ്ങളുടെ ആരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുത്തുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച. ഇത് മാത്രം മതി, ഇത്രയും മാത്രം മതി നമ്മൾക്ക് ഈ ശത്രുവിനെ തുരത്തി ഓടിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. പിശാച് നമ്മുടെ അടുത്ത് വരത്തില്ല കേട്ടോ. എന്ത് വേണം? നമ്മുടെ ആരാധന ശക്തിപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസിയാണെന്ന് പറയുമ്പോ ആ വിശ്വാസിക്ക് വേണ്ടുന്ന സകല ക്വാളിറ്റിയോടുകൂടെ നമുക്ക് നിൽക്കുവാനായിട്ട് കഴിയണം. യഹോവയുടെ മഹാപുരോഹിതനായ യോശുവ ആമേൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ സാത്താൻ അങ്ങനെ പിശാചും അവിടെ നിന്ന് നോക്കുകയാ, യോശുവയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാ. യഹോവയായ ദൈവം പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, യോശുവയുടെ വസ്ത്രം പോയി മാറ്റുവീൻ. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആമേൻ അഭിഷക്തനായ ആമേൻ മഹാപുരോഹിതനായ യോശുവയെ പോലും തുറിച്ചു നോക്കി നിന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വൈതലേ, അവിടെ സാത്താൻ യോശുവയിൽ കണ്ടതെന്താണെന്നറിയാമോ? അവന്റെ വസ്ത്രം മുഷിഞ്ഞിരുന്നു. ആമേൻ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം
പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന്റെ ജീവിതത്തെ നോക്കുമ്പോൾ ആമേൻ നിന്റെ വസ്ത്രം മുഷിഞ്ഞതാണോ, ആമേൻ നിന്റെ വസ്ത്രം വെണ്മയുള്ളതാണോ എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. പിശാച് നമ്മളെ കുറിച്ച് അവകാശം പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകരുത്. പൂർണ്ണമായി കർത്താവിന്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ ശക്തിപ്പെടുവാൻ, നമ്മുടെ വഴി സൂക്ഷിച്ചു നോക്കുവാൻ, ഹല്ലേലൂയ, നമ്മൾ എവിടെയായിരിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കണം. സംഹാരകൻ നിനക്കെതിരെ കടന്നു വരാതെ ഇരിക്കേണ്ടതിന് ആമേൻ നീ നിന്റെ ഭവനത്തിന് ചുറ്റും കോട്ട കെട്ടണം. ഹല്ലേലൂയ, നിന്നെ തന്നെ ഒന്ന് ഒരുക്കി കൊടുക്കണം. നമ്മുടെ ഭവനത്തെ വിടുവിക്കുവാൻ മറ്റുള്ളവർ വേണ്ട. നമ്മൾ ദൈവസന്നിധിയിൽ ഒന്നിരുന്ന് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് നമ്മൾക്കുള്ളതിനെ മുഴുവനും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദുഷ്ടൻ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാതെ അവൻ ഓടിപ്പോകും. ആമേൻ. ഹല്ലേലൂയ. ആരാധിക്കുന്ന ദൈവജനം ഉള്ളിടത്ത് ദുഷ്ടന് നിൽക്കാൻ കഴിയത്തില്ല. ആമേൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ കർത്താവ് വെളിച്ചമാ, കർത്താവിൽ വസിക്കുന്നവരും വെളിച്ചമാ. ആ വെളിച്ചം ഉള്ളിടത്ത് ഇരുട്ടിന് പ്രവേശിക്കുവാൻ കഴിയത്തില്ല. അത് മാത്രം നമ്മൾ ഓർത്താൽ മതി. അതുകൊണ്ട് നമ്മളൊരു ഫൈറ്ററെ പോലെ, ഒരു യോദ്ധാവിനെ പോലെ ആമേൻ ഹല്ലേലൂയ ഈ പൈശാചിക മണ്ഡലത്തോട് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തി ആമേൻ അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുമ്പോൾ ആ ക്ഷണം നമ്മൾ സ്വീകരിക്കുന്നവരായിരിക്കാൻ, നമ്മളെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ ഒരുക്കി കൊടുക്കുന്നവരായിരിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും എടുത്തുപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. എനിക്ക് ഇങ്ങനെ ഒരു അവസരത്തെ ഒരുക്കി തന്ന ബീന സിസ്റ്ററോടുള്ള നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് സ്തോത്രം.